അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, SSLC കഴിഞ്ഞ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. അവിടെയാണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ വിവിധ സ്ട്രീമുകൾ നമ്മുടെ മക്കളുടെ ഭാവി ഭാസുരമാക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഇത്തരം സ്ട്രീമുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച എൻട്രൻസ് ടെസ്റ്റ് കടക്കേണ്ടതുണ്ട്. അഥവാ സ്നീറ്റ്, സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റ്. ഈ വരുന്ന മെയ് 1 വ്യാഴാഴ്ചയാണ് നമ്മുടെ പരീക്ഷ നടക്കാനിരിക്കുന്നത്. സ്നീറ്റിലേക്കുള്ള എൻട്രൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ഓറിയൻറ്റേഷനാണ് ഈ വീഡിയോയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. SSLC കഴിഞ്ഞ ആൺകുട്ടികൾക്കുള്ള ശരിഅ സ്ട്രീമും പെൺകുട്ടികൾക്കുള്ള ഷീ സ്ട്രീമും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ലൈഫ് തുടങ്ങിയ സ്ട്രീമുകളിലേക്കുള്ള അഡ്മിഷനാണ് സ്നീറ്റ് എന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റ് വഴി അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. സ്നീറ്റിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും ഓൺലൈൻ മോഡിലായിരിക്കും നമ്മുടെ എക്സാം നടക്കുക. നിങ്ങൾ അഡ്മിഷൻ സമയത്ത് തിരഞ്ഞെടുത്ത എക്സാം സെൻറ്ററുകളിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഓൺലൈൻ എക്സാം നടക്കുന്നത്. പ്രധാനമായും നമ്മുടെ എക്സാം നടക്കുന്നത് 2 പേപ്പറുകളിലായിട്ടാണ്. ഒന്ന് ജനറൽ പേപ്പർ. ജനറൽ പേപ്പറിൽ 5 ഏരിയയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, സമസ്ത മദ്രസ 7ാം ക്ലാസ്സിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 28% ചോദ്യങ്ങളും വരിക. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് SSLCയിലെ മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബാക്കി 28% ചോദ്യങ്ങളും ഉണ്ടാവുക. മൂന്നാമത്തെ ഏരിയ പൊതുവിജ്ഞാനം അഥവാ ജനറൽ നോളേജ്, കാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗമായിരിക്കും 16% ചോദ്യങ്ങളും. നാലാമത്തെ ഏരിയ IQ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. റീസണിങ്സ്, ബ്ലഡ് റിലേഷൻസ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗമാണ് 16% ചോദ്യങ്ങളും ഉണ്ടാവുക. അഞ്ചാമത്തെ ഏരിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളാണ്. അതിനായി 12% ചോദ്യങ്ങളും ഈ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജനറൽ പേപ്പർ കൂടാതെ രണ്ടാമത്തെ പേപ്പറാണ് സബ്ജക്റ്റ് പേപ്പർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ജനറൽ പേപ്പർ ലൈവ് സ്ട്രീമിലുള്ള കുട്ടികൾക്കും ഷീ സ്ട്രീമിലുള്ള കുട്ടികൾക്കും ശരിഅ സ്ട്രീമിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും സെയിം ആണ്, എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങൾ വിവിധ സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ പേപ്പർ ഒരുപോലെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. എന്നാൽ രണ്ടാമത്തെ പേപ്പറായ സബ്ജക്റ്റ് പേപ്പറിൽ ശരിഅ, ഷീ സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ച കുട്ടികൾ പ്രതീക്ഷിക്കേണ്ടത് 100% മതപരമായ വിഷയങ്ങളാണ്. മതപരമായ വിഷയങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടാവാം. 7ാം തരം വരെ മദ്രസ തലത്തിൽ ഒരു കുട്ടി പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമായും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. ലൈവ് സ്ട്രീം തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടിക്ക് സബ്ജക്റ്റ് പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നത് 100% സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ജനറൽ പേപ്പറും സബ്ജക്റ്റ് പേപ്പറും 25 ചോദ്യങ്ങൾ വീതം 100 മാർക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് സ്കോർ ചെയ്യാനാവുക. സ്നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ. സ്നീറ്റ് പരിപൂർണമായും ഓൺലൈൻ മോഡിലായിരിക്കും. വിദ്യാർത്ഥികളുടെ കൈവശം സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കേണ്ടതാണ്. സ്മാർട്ട് ഫോൺ പരിപൂർണമായി ചാർജ് ചെയ്തതും ഡാറ്റ കണക്ഷൻ ഉള്ളതുമായിരിക്കണം. പരീക്ഷാ ഹാളിനകത്ത് മറ്റൊരു ഡിജിറ്റൽ ഉപകരണവും അനുവദിക്കുന്നതല്ല. വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഹാൾ ടിക്കറ്റിനോടൊപ്പം ആധാർ കാർഡ് കയ്യിൽ കരുതേണ്ടതാണ്. ഇൻവിജിലേറ്റർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ നീല, കറുപ്പ് നിറങ്ങളിലുള്ള പേന കയ്യിൽ കരുതുക. കൃത്യം രാവിലെ 11 മണിക്ക് തന്നെ പരീക്ഷ ആരംഭിക്കുന്നതാണ്. 10:30 വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുകയും 10:30 മുതൽ 11 വരെയുള്ള കൂൾ ഓഫ് ടൈം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. ആവശ്യമെങ്കിൽ സുതാര്യമായ ബോട്ടിലുകളിൽ വെള്ളം കൊണ്ടുവരാവുന്നതാണ്. ഹാളിൽ പരിപൂർണ അച്ചടക്കം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. മേൽ പറയപ്പെട്ട നിർദ്ദേശങ്ങൾ, വിഷയങ്ങൾ എന്നിവ കൃത്യമായി മനസ്സിലാക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുക. നാഥൻ നമ്മുടെ ഭാവി ഭാസുരമാക്കട്ടെ. പരീക്ഷകളിൽ ഉന്നത വിജയം തരട്ടെ. എല്ലാ പരീക്ഷാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.